ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഊരി എടുക്കാൻ പറ്റും, എന്നാലും ഇത് വെക്കാം. ഇത് ബീറ്റ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് ഗൗരി കൃഷ്ണൻ. വെൽക്കം യു ഓൾ ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു അത്യാവശ്യം ഒരു കിച്ചണിലേക്ക് വേണ്ട കുറച്ച് കിച്ചൺ അപ്ലയൻസസ് ആണ്. ഞാനിത് പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ കുറച്ച് മേടിച്ചു. അപ്പം ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ചേച്ചിമാരെന്നോട് പറഞ്ഞു അത് ചെയ്യുന്നില്ലേന്ന്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഒരു കണ്ടൻറ്റ് എന്തെടുക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് ഞാൻ പറഞ്ഞിട്ട് എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഇതൊരു എക്സ്ക്ലൂസീവ് ഫോർ ദാറ്റ് ആ ഒരു കിച്ചൺ അപ്ലയൻസിൻ്റെ ആണ്. അത് വേറെ ഒരു ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ റുട്ടീനോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് കിച്ചണിലേക്ക് അത്യാവശ്യം ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുടെ ഒരു കംപ്ലീറ്റ് വീഡിയോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ഇത്രയുമാണ് ഞാൻ പറഞ്ഞ അടിപൊളി മൾട്ടിപർപ്പസ് കിച്ചൺ അപ്ലയൻസസ് എന്ന് പറയുന്നത്. മൾട്ടിപർപ്പസ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓരോന്നും, ഇതിപ്പോൾ ഇതൊരു ഇലക്ട്രിക് എയർ ഫ്രയറാണ്, ഇത് ഹാൻഡ് മിക്സ്ഡ് ആണ്, ഇത് പ്രഷർ കുക്കറാണ്, ഇത് ബ്ലെൻഡർ, ഇത് ഇവിടുത്തെ ഹീറോ ആണ്, മൈ ഹീറോ അഗാരോയുടെ ഒരു മൾട്ടിപർപ്പസ് കെറ്റിലാണ്. ഇതെല്ലാം മൾട്ടിപർപ്പസ് എന്ന് പറയാൻ കാര്യം നമുക്ക് ഒന്നിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇവിടെ ഈ ഒരു ഫ്ലാറ്റിൽ കുറച്ച് ഷോർട്ട് ടേം പീരീഡിലേക്ക്, അപ്പോൾ എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല. എന്നാൽ എനിക്ക് അത്യാവശ്യം 2 പേർക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കുകയും വേണം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുമെങ്കിലും മെയിനായിട്ട് പ്രത്യേകിച്ച് ക്ലാസ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഈ ഒരൊറ്റ കുഞ്ഞനിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. കാരണം മൾട്ടിപർപ്പസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു പേരിനോട് നീതി പുലർത്തുന്ന ഒരു പ്രോഡക്റ്റാണ്. ബിക്കോസ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്ന മീൻകറി ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. കാരണം ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്റ്റീം ചെയ്യാം. അപ്പോൾ ഇതിലെല്ലാം ഇപ്പോൾ ഇതിനകത്താണെങ്കിലും നമുക്ക് ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം, നമുക്ക് ബാർബിക്യൂ ഉണ്ടാക്കാം, അതുപോലെ കേക്ക് ഉണ്ടാക്കാം. ഇതിലാണെങ്കിൽ നമുക്ക് വിസ്കിങ്, അതുപോലെ ഡഫ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തുറക്കാം. ഫസ്റ്റ് മൈ ഹീറോ, മൈ ഫേവറേറ്റ് അഗാരോയുടെ ഈ ഒരു മൾട്ടിപർപ്പസ് കെറ്റിലിൽ നിന്ന് തുടങ്ങാം. അഗാരോയുടെ ഈ ഒരു അഡ്വാൻസ്ഡ് മൾട്ടിപർപ്പസ് കെറ്റിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് PG സ്റ്റുഡൻസിന്, ഹോസ്റ്റലേഴ്സിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് വേണ്ട ചെറിയ രീതിയിലുള്ള എല്ലാ കുക്കിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ പർപ്പസ് കെറ്റിലാണ് കേട്ടോ. ഇറ്റ്സ് എ സൂപ്പർ ഹീറോ എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഞാൻ ഇതിനകത്ത് അത്യാവശ്യം ന്യൂഡിൽസ് ഉണ്ടാക്കും, ചായ ഇടും, പിന്നെ അത്യാവശ്യം വേണ്ട കുക്കിംഗ് എല്ലാം നമുക്കിപ്പോൾ സ്റ്റീം ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് എ മസ്റ്റ് ട്രൈ പ്രോഡക്റ്റ്. ഇത് വരുന്നത് ഒരു ഗ്ലാസ് ലിഡോട് കൂടിയാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീമറാണ്. ഇതിൽ നമുക്ക് അടിയിൽ വാട്ടർ ഫില്ല് ചെയ്ത് ഇതിൽ നമുക്ക് ചൂടാക്കാനും സ്റ്റീം ചെയ്യാനും വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം. ഇതൊരു ഡബിൾ ലെയേർഡ് ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വിത്ത് SUS 304, പിന്നെ മാർക്കിംഗ് മിനിമം മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ ഔട്ടർ വരുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 1.2 ലിറ്ററാണ്. അതുപോലെ 600 വാട്ടാണ് ഇതിൻ്റെ പവർ കൺസംപ്ഷൻ വരുന്നത്. വൈഡർ മൗത്താണ്, സോ ദാറ്റ് പോറിങ്ങും ക്ലീനിങ്ങും ഒക്കെ നമുക്ക് ഈസി ആയിരിക്കും. പ്രോഡക്റ്റ് നമ്പർ 2 അഗാരോസ് ഗ്രാൻഡ് 1000 വാട്ട് ഹാൻഡ് ബ്ലെൻഡറാണ്. ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതും എയർ ഫ്രയറും. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽഡ് വേർഷനും കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതും നമുക്ക് അടുക്കളയിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റാണ്. ബിക്കോസ് നമുക്കിപ്പോൾ ചോപ്പ് ചെയ്യാൻ, ഇപ്പം എനിക്കിങ്ങനെ കുനുകുന അറിയാനൊക്കെ ഭയങ്കര പാടാണ്. ഇതിപ്പം നമുക്ക് ജസ്റ്റ് വെജിറ്റബിൾസൊക്കെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബ്ലെൻഡിങ്ങിനും യൂസ് ചെയ്യാം.
ഇത് പ്രോഡക്റ്റ് നമ്പർ 3, അഗാരോയുടെ സ്റ്റാൻഡ് മിക്സർ. ഇതിൽ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാം. നമ്മളിങ്ങനെ കുഴച്ച് അതൊരു ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കൈക്കാണെങ്കിലും ഒക്കെ ഇച്ചിരി പാടാണ്. സോ ഇതിനകത്ത് നമ്മൾ മാവ് ഇട്ട് കൊടുത്ത് നമ്മൾക്ക് ആ ഒരു ഡവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹുക്കുണ്ട്. അതും കൂടെ വെച്ച് കൊടുത്താൽ നമ്മളൊന്നും അറിയേണ്ട, ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്താൽ അത് തന്നെ നല്ലൊരു അടിപൊളി ചപ്പാത്തി മാവ് കുഴച്ച് കൈ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപർപ്പസ് ആണ്. ഇത് നമുക്ക് ഇതാണ് ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡഫ് ഹുക്കാണ്. പിന്നെ ഇത് ബീറ്റ് ചെയ്യാനുള്ളൊരു സാധനമാണ്. പിന്നെ ഇതിനകത്തൊരു വിസ്കറുണ്ട്. വിസ്കർ വെച്ചിട്ട് നമുക്കറിയാലോ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായാലും ക്രീമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് ഓൾസോ അനദർ മൾട്ടി പർപ്പസ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഫങ്ഷൻസ് ഇന്ന് ഞാനിവിടെ പൊളിച്ചെടുക്കും. ഇതിനകത്ത് ഭയങ്കര മൾട്ടി പർപ്പസ് ഓപ്ഷൻസ് ആണ്. ഇത് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യാം. പൾസസ് നമുക്കിപ്പം ഡിഫറെൻറ്റ് പൾസ് മോഡൊക്കെ നമുക്ക് യൂസ് ചെയ്തിരാം. ഇപ്പോൾ ബീറ്റിങ്ങിനാണെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പീഡ്, ഇതിൻ്റെ ഒരു മാനുവലിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നേരത്തെ കിട്ടിയായിരുന്നു. യെസ്, ഇത് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി. എന്നിട്ട് നമുക്കിതങ്ങ് ഊരിയെടുക്കാം. അത്യാവശ്യം ഒരു സ്മോൾ ഫാമിലിക്കും പാർട്ടിക്കും ഒക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അത്രയും തന്നെ ഒരു കപ്പാസിറ്റി ഇതിനുണ്ട്. യെസ്, ഇത് വിസ്കറാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് അടുക്കളയൊക്കെ മെസ്സി ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ലിഡാണ്. നമുക്ക് ജസ്റ്റ് ഇത് പ്ലേസ് ചെയ്യാം. ഫൈൻ. നമുക്കിതിനകത്ത് ജസ്റ്റ് ഒന്ന് ചപ്പാത്തി മാവ് കുഴച്ച് നോക്കാം. അടുത്തത് അഗാരോയുടെ ഇംപീരിയൽ ഇലക്ട്രിക് പ്രഷർ കുക്കറാണ്. ദിസ് ഈസ് ഓൾസോ ആൻ ഓസം പ്രോഡക്റ്റ്. കാരണം ഇതിനകത്ത് നമുക്ക് ഇതും എന്താ പറയുക മൾട്ടി പർപ്പസ് ആണ്. ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റ്സും മൾട്ടി പർപ്പസ് ആണ്. ഇത് ഇലക്ട്രിക് പ്രഷർ കുക്കറാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ആക്സസറീസ് വരുന്നുണ്ട്. ഒന്ന് നമുക്ക് കൈ പൊള്ളാതെ എടുക്കാനൊരു സ്റ്റീമർ, ദെൻ 6 ലിറ്ററിൻ്റെ ഒരു എന്താ ഇതിന് പറയുന്നത്, ചരുവം. നമ്മുടെ നാട്ടിൽ ചരുവം എന്ന് പറയും. അതെല്ലാം എന്താ പറയുക, ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയണമെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ കൈ പൊള്ളാതെ എടുക്കാനുള്ള ഗ്ലൗസ്. ഒരു സിലിക്കൺ ടൈപ്പ് ഗ്ലൗസ് ആണ് കേട്ടോ. അത് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ എടുക്കാം. അപ്പോൾ കൈ പൊള്ളത്തില്ല. ഓക്കെ. പിന്നെ ഒരു കുഞ്ഞി സ്റ്റാൻഡ്, നമുക്ക് എന്തെങ്കിലും ബേക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ്. ഇതിൽ ഒരുപാട് എന്താ പറയുക ഫങ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൊരു ഇലക്ട്രിക് കുക്കറാണ്. ഇപ്പോൾ സാധാരണ കുക്കർ എന്ന് പറയുമ്പോൾ ഒരു പ്രഷർ കുക്കറിൻ്റെ മാത്രം പർപ്പസാണ്. പക്ഷേ ഇതല്ല, ഇതിന് 14 കുക്കിംഗ് ഫങ്ഷൻസ് ഉണ്ട്. കാണിച്ചു തരാം. പോട്രി, മീറ്റ് സ്റ്റ്യൂ, ബീൻ ചില്ലി, സൂപ്പ്, റൈസ്, മൾട്ടിഗ്രെയിൻ, പോറിഞ്ച്. പ്രഷർ കുക്കർ, സ്ലോ കുക്ക്, സോട്ട്, സ്റ്റീം, എഗ്, കേക്ക് ആൻഡ് യോഗട്ട്. കൂടാതെ 6 അഡ്ജസ്റ്റബിൾ കുക്കിംഗ് സെറ്റിങ്സും ഉണ്ട്. ടൈമർ സെറ്റ് ചെയ്യാം, സ്റ്റെറിലൈസ്, പ്രഷർ ലെവൽ, ഡിലേ, കീപ് വാം ആൻഡ് ക്യാൻസൽ.
ദ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ സൂപ്പർ ഡ്യൂപ്പർ പ്രോഡക്റ്റായ എയർ ഫ്രയറാണ്. ഇത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അത് വാങ്ങിച്ചതിന് ശേഷം എന്താ പറയുക, അവർക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. കാരണം കുറച്ച് അസുഖമുള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും അതുപോലെ സ്ട്രോക്കൊക്കെ വന്നവർ, ഹാർട്ട് അറ്റാക്ക് വന്നവർക്കൊക്കെ എണ്ണ അധികം കഴിക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് എന്താ പറയുക, ചിക്കനും മീറ്റും ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ അവർക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണിത്. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, അത് ഒരുപാട് സന്തോഷം അത് അറിഞ്ഞതിൽ. കാരണം ഇപ്പോൾ നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യാം, ബാർബിക്യൂ ഉണ്ടാക്കാം, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം, പിന്നെ കേക്ക് ബേക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ എത്രയോ ദിവസങ്ങൾ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയല്ലേ സൂക്ഷിക്കണം. പക്ഷേ ഇതിനകത്ത് നമുക്ക് എല്ലാ മീറ്റ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും കറിവേപ്പില ഒക്കെ നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റും ഇതിനകത്ത്. അപ്പോൾ എന്തായാലും ദിസ് ഈസ് എ ഹൈലൈറ്റഡ് പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം അഗാറോടെ. ഇതിൽ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് ആക്സസറീസും ഇതിൻ്റെ കൂടെയുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ആക്സസറീസേ ഉള്ളൂ, കാരണം ഞാൻ ഇങ്ങോട്ടൊക്കെ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ. എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്ത് കൊണ്ടുവന്നുള്ളൂ. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഒരു വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്കൊന്ന് റീക്യാപ്പ് പോവാം. Come on baby, let's go on the bullet. ഒരു കരൾ ഇവൻ ഇരിക്കട്ടെ. കൈയും കുത്തി കയറ്റി. ഓക്കെ, നമുക്ക് ട്രേ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഓക്കെ, കയറൂ. സെറ്റ്. ഓക്കെ, ലെറ്റ്സ് ക്ലോസ്. ഓണാക്കാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ചിക്കൻ ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് 30 മിനിറ്റ്സ് സമയം പറയുന്നുണ്ട്. അപ്പോൾ 30 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കും. നമുക്ക് ഈ ബാറ്റർ ഈ മോൾഡിലേക്ക് തട്ടിക്കൊടുക്കാം. ഇനി ഇതിനകത്ത് എയർ ബബിൾസ് എല്ലാം കളയാൻ വേണ്ടി നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. ആദ്യം ഒന്ന് സ്ക്യൂ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. കേക്ക് പുറത്തെടുത്ത് വെക്കാം. നമുക്ക് ഈ കേക്ക് ഒന്ന് കുറച്ചായിരുന്നു കട്ട് ചെയ്ത് റെഡിയാക്കാനുണ്ട്. ഓക്കെ, ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് മസ്റ്റ് ഹാവ് കിച്ചൺ അപ്ലയൻസസ് ഫ്രം അഗാറോ. ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയ പ്രോഡക്റ്റ്സ് ആണ് എല്ലാം. ബിക്കോസ് എന്താ പറയുക, കുറച്ചും കൂടെ എൻ്റെ ലൈഫ് ഈസി ആക്കിയതുപോലെ എനിക്ക് തോന്നി, സ്പെഷ്യലി ദിസ് ലിറ്റിൽ വൺ. അപ്പോൾ എന്തായാലും ഇതും എനിക്ക് തോന്നുന്നു ഒരുപാട് വീട്ടമ്മമാർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ചപ്പാത്തിക്ക് കുഴക്കുക ഇതൊക്കെ വലിയ പാടാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ചില സിറ്റുവേഷൻസിൽ പാടാണ്, നമുക്ക് സമയം ഉണ്ടാവില്ല. ജസ്റ്റ് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ വർക്കിംഗ് വുമണ്ണാണ് ഞാൻ കുറച്ചും കൂടെ പറയുന്നത്. ഇപ്പം കഴിഞ്ഞ ഒരു അഗാറോടെ തന്നെ ഒരു ക്ലീനിങ് ഇട്ടപ്പോഴത്തേക്കും സംബടി കമൻറ്റ് ചെയ്തു, ഈ ഒരു സമയം മതി, ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയം മതിയല്ലോ തൂത്ത് വരാണ്. ഇതിനൊക്കെ ഞാൻ എന്താ റിപ്ലൈ പറയേണ്ടതെന്ന് പോലും എനിക്കറിഞ്ഞുള്ളൂ. ദിസ് ഇസ് എ പാർട്ട് ഓഫ് മൈ ജോബ്. അത് വീഡിയോ എടുക്കാതെ മാറ്റി വെച്ചിട്ട് ഞാൻ തൂത്തോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്തായാലും നമ്മൾ ഇടുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് ഇടണ്ടേ കമൻറ്റൊക്കെ. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാതെ തൂത്തോണ്ടിരുന്നാൽ ആ വീഡിയോ ആര് ഷൂട്ട് ചെയ്യും? ചേച്ചി ഷൂട്ട് ചെയ്യുമോ? ഇല്ലല്ലോ. എന്ത് മോശം കമൻസാണ് ഇടുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്കത് യൂസ്ഫുൾ ആയിരിക്കത്തില്ല, പക്ഷേ വേറെ ആർക്കെങ്കിലും ഇതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവർക്ക് ഈ പറഞ്ഞതുപോലെ വെറുതെ തൂത്തൊക്കെ തുടച്ചിരിക്കാൻ സമയം ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് വർക്കിംഗ് വുമൺ ആണ്. ഒരുപാട് പേര് എന്താ പറയുക, മൾട്ടി ടാസ്ക് ചെയ്യുന്ന വണ്ടർ വുമൻ
പറയാൻ പറ്റുന്ന ഒരുപാട് സ്ത്രീകൾ ഈ ലോകത്തുണ്ട്. കുട്ടികളുടെ കാര്യം നോക്കുന്നത്, വീട്ടുജോലി ചെയ്യുന്നത്, അതുപോലെ വർക്കിന് പോകുന്നത്, തിരിച്ചു വരുന്നത്, ഡിന്നർ പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അവർക്കത് എത്രത്തോളം ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ.